ഹലോ, എല്ലാവർക്കും നമസ്കാരം. മണി ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സീസണായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ബിസിനസ് സംരംഭങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോരോ സീസണുകളിൽ കൂടുതൽ വരുമാനം കിട്ടുന്ന ബിസിനസ് സംരംഭങ്ങൾ അല്ലേ? അത് നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യമനുസരിച്ച് അവർ ഓരോ സമയങ്ങളിൽ എന്താണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് നമ്മളിൽ നിന്നും വാങ്ങാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ, ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾ വേണം നമ്മൾ സീസൺ ടൈമിൽ നമ്മൾ വിൽക്കാനായിട്ട്. ഇപ്പം വേനൽക്കാലമായി അല്ലേ? ഈ സമയത്ത് നമുക്ക് എന്തൊക്കെയായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ആളുകൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഡിമാൻഡുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് നോക്കുകയാണെങ്കിൽ കരിക്ക് വിൽപ്പന വളരെയധികം പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു സമയമാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത്. ആവശ്യക്കാർ ധാരാളമുണ്ട്. അപ്പം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ബൾക്കായിട്ട് കരിക്കുകളൊക്കെ എടുത്തിട്ട് നമുക്ക് വിൽക്കുകയാണെങ്കിൽ, റീറ്റെയിലായിട്ട് വിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭം കിട്ടും. ഒരു കരിക്കിന് ഇപ്പോൾ ഏകദേശം 60 രൂപയുടെ അടുത്താണ് ഒരു കരിക്കിൻ്റെ വില വരുന്നത്. 50 മുതൽ 60 രൂപ വരെയാണ് ഒരു കരിക്കിന് വില വരുന്നത്. അങ്ങനെ എത്രയോ കരിക്കുകൾ നമുക്ക് വിൽക്കാൻ സാധിക്കും. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് കരിക്ക് വിൽപ്പന. രണ്ടാമതായിട്ട് തണ്ണിമത്തൻ. വേനൽക്കാലത്ത് തണ്ണിമത്തൻ്റെ വിൽപ്പന വളരെയധികമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. തണ്ണിമത്തൻ കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, അതുപോലെ കരിക്കുകൾ കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ സീസണിൽ, നമുക്ക് ഈ വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കച്ചവടങ്ങളാണ്. അപ്പം നിങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സീസണലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കൂടുതൽ ഡിമാൻഡ് വരുന്ന ബിസിനസ്സുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കൂടുതലായിട്ട് ലാഭം കിട്ടും. കരിക്ക് വിൽക്കാം, തണ്ണിമത്തൻ വിൽക്കാം, ഐസ്ക്രീമുകൾ, ഷേക്കുകൾ, പിന്നെ നമുക്ക് മോരും വെള്ളം വിൽക്കാം അല്ലേ? പിന്നെ സംഭാരം, സർബത്ത്, ഇതൊക്കെ നമുക്ക് ഈ സീസണിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ മഴക്കാലം വരുമ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഹോട്ടായിട്ടുള്ളത്, അതായത് നല്ല ചായകൾ, ചുക്ക് കാപ്പി, അങ്ങനെയുള്ള ഹോട്ടായിട്ടുള്ള നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ ചിപ്സ് ഐറ്റംസ്, ഇതൊക്കെ നമുക്ക് വിൽക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിമാൻഡുള്ള, ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് വേണം നമ്മൾ വിൽപ്പന നടത്താനായിട്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് വരുന്ന മാറ്റങ്ങൾ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് അത് നമ്മുടെ ബിസിനസ്സിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ ചെയ്തു വരുന്ന ഒരു രീതിയിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകൂ എന്ന് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് പതുക്കെ താന്ന് വരും, നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള, അതായത് കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇറക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അവയുടെ വിപണനം നമ്മുടെ പ്രോഡക്റ്റുകളോടൊപ്പം ആഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റുവട്ടത്ത് വരുന്ന, അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ പാകപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ വളരും, അതിന് യാതൊരുവിധ സംശയവും വേണ്ട. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വേനൽക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേനൽക്കാലത്ത് എന്തൊക്കെ തരത്തിലുള്ള ബിസിനസ്സുകൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, അങ്ങനെയുള്ള ബിസിനസ്സുകൾ വേണം നമ്മളിപ്പം നിലവിലുള്ള ബിസിനസ്സിനോട് കൂട്ടിച്ചേർക്കാനും. അതുപോലെ പുതുതായിട്ട് തുടങ്ങുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സുകൾ നോക്കി വേണം ചെയ്യാനായിട്ട്. സീസണലായിട്ടുള്ള ബിസിനസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്ത് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഡിമാൻഡായിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ വസ്തുവകകൾ, ഉൽപ്പന്നങ്ങൾ മാത്രമേ നിങ്ങൾ ആ സമയത്ത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സീസണിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, വേനൽക്കാലത്ത് നമുക്ക് കൂടുതലും തണുപ്പുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതിനോടൊപ്പം നിങ്ങൾ ഈ വേനൽക്കാലത്ത് കൊണ്ടുവന്നിട്ട് ചൂട് സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരത് വാങ്ങിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് സെയിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ഉദാഹരണമാണ് പറഞ്ഞത്. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ഡിമാൻഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിപണിയിൽ ഇറക്കുവാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം തന്നെ അതിനെക്കുറിച്ചൊരു ചെറിയൊരു കമ്പാരിസൺ നടത്തി നോക്കുക, ഒരു പഠനം നടത്തുക. അതിനുശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും നിങ്ങളുടെ ബിസിനസ്
മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടത്തില്ല. നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.